ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി സി ജനറേറ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ നമ്മളൊരു പരിധി വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്ററിനെ പറ്റി പറയാം. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്ന് പറഞ്ഞാൽ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്റർ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആകും. അതായത് ഒരു സ്ഥിരമായിട്ടുള്ള വോൾട്ടേജ്, സ്ഥിരതയാർന്ന വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും, വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കാനും അത് അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ സ്ഥിര വോൾട്ടേജ് കിട്ടുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ ആർമേച്ചർ കോയിലിലോ അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്ങുകളിലോ വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല, ഈ ഒരു ജനറേറ്ററിനെ അഫക്റ്റ് ചെയ്യുന്നതല്ല. കാരണം എന്താ വെച്ചാൽ ആർമേച്ചറും ഫീൽഡും തമ്മിൽ ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ വൈൻഡിങ്ങിൽ ക്ലോസ്ഡ് ലൂപ്പ് അല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ വരും. അല്ലാതെ വരുന്ന പ്രശ്നങ്ങൾ, റെസിസ്റ്റൻസ് ഡ്രോപ്പ്, അങ്ങനെ വരുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ ഫീൽഡ് വൈൻഡിങ്ങിനെയോ ഫീൽഡ് എക്സൈറ്റ് ചെയ്ത ഫീൽഡിനെയോ എഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് വൈഡ് റേഞ്ച് വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ്. വൈഡ് റേഞ്ച് വോൾട്ടേജ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ലാർജ് വോൾട്ടേജ് റേഞ്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ 415 വോൾട്ട് അതേപോലെ 400 വോൾട്ട് ഒക്കെ വരുന്ന വലിയ റേഞ്ചിനാണ് ഇത് ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ റേഞ്ചിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്നുള്ളത് ആ 400 വോൾട്ട് അല്ലെങ്കിൽ 415 വോൾട്ട് എന്നുള്ളത് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള. അപ്പോൾ ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററുകൾ അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് മികച്ച ഒരു ചൂസ് തന്നെയായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അതായത് ആർമേച്ചർ കോയിലിന് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വൈദ്യുതി സപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആർമേച്ചർ കോയിലും അതിൻ്റെ കൂടെ തന്നെ അല്ല ഈ വരുന്നത്, ഫീൽഡ് വൈൻഡിങ് വരുന്നത്. അത് നമ്മൾ പുറത്തു നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറെ രീതിയിൽ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് വൈദ്യുതി കടത്തി വിട്ടിട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചിലവാർന്ന രീതിയാണ്. അത് മാത്രമല്ല, ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഫീൽഡ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ഇൻകൺവീനിയൻസ് ആയിട്ടുള്ള, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വരുന്നത്. ഇനി അടുത്തത് ഡി സി ഷണ്ട് ജനറേറ്ററാണ്. ഡി സി ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വരുന്നത് എങ്ങനെയാണ്, ആർമേച്ചർ കോയിലിൻ്റെ പാരലലായിട്ട് തന്നെ ഷണ്ട് ഫീൽഡ് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ്ങിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരു സപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. ആർമേച്ചർ വൈൻഡിങ്ങിൽ നിന്നുള്ള സപ്ലൈ തന്നെയാണ് ഇതിന് മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ആർമേച്ചർ A1 A2 എന്നുള്ള ആർമേച്ചർ വൈൻഡിങ്ങിന് ചുറ്റുമല്ല, അതിന് പാരലലായിട്ട് E1 E2 എന്നുള്ള ഫീൽഡ് വൈൻഡിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഈ പുറത്ത് L+L- അല്ലെങ്കിൽ +or- എന്ന് പറയുന്നത് ലോഡ് വോൾട്ടേജിന് അല്ലെങ്കിൽ ആർമേച്ചർ വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സൈഡിൽ കണക്ട് ചെയ്യൽ ലോഡാണ്. അത് മാഗ്നറ്റൈസിങ് ക്യാരക്ടർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡ് ക്യാരക്ടർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു കണക്ഷൻ രീതിയിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഡി സി ജനറേറ്റർ പ്രവർത്തിക്കുന്നതാണ്, അതായത് ഷണ്ട് ജനറേറ്റർ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഷണ്ട് ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, അതായത് വൈൻഡിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുള്ള, ഷണ്ടായിട്ട് വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മാഗ്നറ്റിക് കോയിൽ നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെസിജ്വൽ വാല്യൂ ഉണ്ടായിരിക്കും. റെസിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു ബാക്കി പത്രം പോലെ അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ റേറ്റഡ് സ്പീഡിലേക്ക് ആർമേച്ചർ കോറിനെ കറക്കുന്ന സമയത്ത്, അതായത് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റഡ് സ്പീഡിലേക്ക്
ആർമേച്ചർ കോറിനെ റൊട്ടേറ്റ് ചെയ്ത് എത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഈ റെസിജ്വൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ചെറിയ ഇൻഡ്യൂസ് വോൾട്ടേജ് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ്സ്, അതായത് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. റെസിജ്വൽ ഫീൽഡ് കാരണം ഉള്ള ചെറിയ മാഗ്നറ്റിക് ഫീൽഡിൽ ആർമേച്ചർ റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചറിൽ ഒരു വൈദ്യുതി ഉണ്ടാവും. അപ്പോൾ ഈ വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും, ആർമേച്ചർ കോയിലിലൂടെ എന്താണ് ഫീൽഡ് വൈൻഡിലേക്കും ലോഡിലേക്കും 2 ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഫീൽഡ് വൈൻഡിലേക്ക് വരുന്ന ആ ചെറിയ പോർഷനിലുള്ള വൈദ്യുതി എന്ത് ചെയ്യും, പിന്നെയും ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൈദ്യുതിയുടെ ഡയറക്ഷനും അതുപോലെ തന്നെ ഈ ആർമേച്ചർ കോർ സെറ്റ് ചെയ്ത് ഫീൽഡ് കോറും ഫീൽഡ് വൈൻഡിങ്ങും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കറണ്ട് വരുമ്പോൾ അത് എയ്ഡിങ് ആവണം. അതായത് എന്താണ്, കറണ്ട് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടണം എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ചെറിയ കറണ്ട് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചും കൂടി വലുതാവുന്നു. കുറച്ചും കൂടി വലിയ മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ അതിൽ ആർമേച്ചർ പിന്നെയും തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ്, അതിൽ പിന്നെയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും, അത് പിന്നെയും ഇങ്ങോട്ട് വരും. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തിട്ട് എന്താണ്, ഒരു റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർമേച്ചർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സാച്ചുറേറ്റ് ആവുന്ന വരെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് വരെ മാക്സിമം വാല്യൂ വരെ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അത് എത്തുന്നവരെ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫീൽഡ് സാച്ചുറേറ്റഡ് ആവും. അതായത് ഇനി അങ്ങോട്ട് മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യില്ല, കൂടുന്നില്ല എന്നുള്ള രീതിയിലാവും. അപ്പോൾ അതുവരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണ്, ചെറിയ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുക, അത് റേറ്റഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഒരു എന്തുണ്ടായിരിക്കും, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായിരിക്കും. ആ കറണ്ട് പിന്നെയും മാഗ്നറ്റിക് ഫീൽഡിനെ എയ്ഡ് ചെയ്യും. അങ്ങനെ റെസിജ്വൽ ഫീൽഡിനെ എയ്ഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് DC ഷണ്ട് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഉദ്ദേശിക്കുന്നത് റെസിജ്വൽ ഫീൽഡ് എപ്പോഴും ഉണ്ടായിക്കോണം എന്നില്ല എന്നാണ്. അപ്പോൾ റെസിജ്വൽ ഫീൽഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്ലാഷിംഗ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഫ്ലാഷിംഗ് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റോ അല്ലെങ്കിൽ സാധാരണ പെർമനൻറ്റ് മാഗ്നറ്റോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ ഫീൽഡിനെ ഒന്ന് എന്ത് ചെയ്യാണ്, മാഗ്നറ്റൈസ് ചെയ്യിക്കാം. അനദർ മാഗ്നറ്റ് ഈസ് ഫ്ലാഷ്ഡ് ഓവർ ദ ഷണ്ട് ഫീൽഡ്. ഈ ഷണ്ട് ഫീൽഡിൻ്റെ മുകളിലൂടെ വേറെ മാഗ്നറ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് അത് ആ ഷണ്ട് ഫീൽഡിലെ മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ കോയിലൊരു എന്തുണ്ടാവുന്ന റെസിജ്വൽ ഫ്ലക്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ആയാൽ മാത്രമാണ് ഈ ഓപ്പറേഷൻ എന്ത് ആവുന്നത്, സക്സസ്ഫുൾ ആവുന്നത്. അല്ലാത്ത പക്ഷം എന്താണ്, റെസിജ്വൽ ഫീൽഡ് ഇല്ല എങ്കിൽ എത്ര തന്നെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്താലും ഈ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നതല്ല. ഇനി അടുത്തത് മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ഷണ്ട് ജനറേറ്റർ. മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷനെയാണ് മാഗ്നറ്റൈസിങ് ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. മാഗ്നറ്റൈസിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങും, അതായത് ഫീൽഡ് കറണ്ടും അതിൽ വരുന്ന അത് മുഖേന ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജും ടെർമിനൽ വോൾട്ടേജ്, ഇതിൽ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റൈസേഷൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റൈസിങ് ക്യാരക്ടറിൽ നമ്മൾ മുഖ്യമായിട്ട് പഠിക്കാനുള്ള ഈ ഒരു ഗ്രാഫാണ് നോക്കാനുള്ളത്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് കറണ്ടും ജനറേറ്റഡ് വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫാണ്. XY ഗ്രാഫിൽ ഒരു ലീനിയർ ഷേപ്പ് ഒരു ചെറിയ പോർഷൻ വരെ വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് ഒരു സാച്ചുറേഷൻ ആവുന്ന രീതി. അപ്പോൾ ഈ ഓരോ പൊസിഷനും A to B, B to C, C to D എന്ന് പറയുന്ന ഈ 4 പൊസിഷനും നമ്മൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ജനറേറ്റഡ് വോൾട്ടേജ് ഒരിക്കലും 0-ൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫീൽഡ് കറണ്ട് വരുന്നതിന് മുൻപ് തന്നെ റെസിജ്വൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഒരു ചെറിയ ജനറേറ്റഡ് വോൾട്ടേജ് ഉണ്ടായിരിക്കും.
ആ ജനറേറ്റർ വോൾട്ടേജ് ആണ് പിന്നെ ഒരു ആർമേച്ചർ കറണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫീൽഡ് കറണ്ടിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും സീറോയിൽ നിന്നല്ല, ഒരു കുറച്ചൊരു മുകളിൽ വാല്യൂ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയിൻ്റാണ് എ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എ ടു ബി എന്നുള്ള ഒരു പോയിൻ്റ് സെക്ഷൻ, എ ടു ബി എന്നുള്ള സെക്ഷനിൽ പറയുന്നത് ഫീൽഡ് കറണ്ടും ജനറേറ്റർ വോൾട്ടേജും ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അങ്ങനത്തെ ഒരു റിലേഷനാണ്, ആനുപാതികമായിട്ടുള്ള റിലേഷനാണ് എ ടു ബി ഫോളോ ചെയ്യുക. ബി ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷൻ ഒരു കർവ് വരാനുള്ള, അതായത് ഈ ഒരു ലീനിയർ റിലേഷൻഷിപ്പിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിൻ്റാണ് ഒരു ഏരിയയാണ് ബി ടു സി. അപ്പോൾ ബി ടു സി ൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്, എത്ര ഇൻക്രീസ് ചെയ്താലും നമ്മൾ ഫീൽഡ് എത്ര ഇൻക്രീസ് ചെയ്തെന്നുണ്ടെങ്കിലും ആ വോൾട്ടേജ് ഒരു ലിമിറ്റഡ് വോൾട്ടേജ് ആയിട്ട് വരികയാണ്. അത് പിന്നെ തുടർന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സി ടു ഡിയിൽ പറയുന്നതിനെയാണ് ബി ടു സി എന്ന് പറയുന്ന ഈ സെക്ഷനെയാണ് നമ്മൾ നീ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. നീ പോയിൻ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കോറ് സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഡി കഴിഞ്ഞ് സി ടു ഡിയിൽ വരുമ്പോൾ സമയത്ത് എന്താണ്, അത് മാഗ്നറ്റിക് ഫീൽഡ് എത്ര കൂട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫീൽഡ് കറണ്ടിൻ്റെ ഇൻക്രീസ് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ജനറേറ്റർ വോൾട്ടേജിൻ്റെ റേറ്റ് ഇൻക്രീസ് ആവാണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഷണ്ട് ജനറേറ്ററിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഷണ്ട് വൈൻഡിങ്ങിൽ വരുന്ന റെസിസ്റ്റൻസ്. ഷണ്ട് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ വാല്യൂ ആയിരിക്കണം. ക്രിട്ടിക്കൽ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു നിശ്ചിതമായിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമായിരിക്കും ഈ കറണ്ട് ഫ്ലോ. ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ആർമേച്ചറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ചെറിയ പോർഷനാണ് ഫീൽഡ് വൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കറണ്ട് ഫ്ലോ പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഷണ്ട് ഫീൽഡിന് ഉണ്ടായിരിക്കണം. അത് ഒരു സ്മോളർ വാല്യൂ ആയിരിക്കണം. കാരണം സ്മോളർ വാല്യൂ ആവുന്ന സമയത്താണ് അതിലൂടെ വൈദ്യുതി പെട്ടെന്ന് പോകുന്നു, ആ ബ്രാഞ്ചിലൂടെ പെട്ടെന്ന് വൈദ്യുതി പോകുന്നു. പിന്നെ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ഷണ്ട് ഫീൽഡ് സർക്യൂട്ട് വിത്ത് വിച്ച് എ ഡി സി ജനറേറ്റർ ക്യാൻ ഹോൾഡ്. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ആ റെസിസ്റ്റൻസിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ ആണ്. എങ്ങനെയാണ് മാക്സിമം വാല്യൂ വരുന്നത്, ഇതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും ഷണ്ട് ഫീൽഡ് ജനറേറ്റർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിനെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ഷണ്ട് ഫീൽഡ് ജനറേറ്റർ വർക്ക് ചെയ്യില്ല, താഴെ മാത്രമാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് ഒരു മാക്സിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് ഏതുവരെ, ഈ ഷണ്ട് ഫീൽഡ് ജനറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിൻ്റെ അളവ് എന്നുള്ളത് എന്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിൻ്റെ അളവ് നമുക്ക് ഈ എ ബി എന്നുള്ള സെക്ഷനിൽ വരുന്ന കർവിൻ്റെ ടാൻജൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എ ബി വരുന്ന കർവിൻ്റെ ടാൻജൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ വരും. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. ആ സ്ലോപ്പ് എത്രയാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് നോക്കാൻ പറ്റും. ഇനി അടുത്തത് അതിനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആർ സി എന്നുള്ളത് എന്താണ്, നമ്മൾ എ ടു ബി ആ പോർഷനിലൊരു സ്ലോപ്പ് വരച്ച് കഴിഞ്ഞാൽ ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേഷ്യോ ആയിട്ട് ഏതാണ് ആർ സി എന്നുള്ളത് വോൾട്ടേജ് റെപ്രസെൻറ്റീവ് ബൈ ദ ടാൻജൻറ്റ്, അതായത് വി ബൈ ഐ എന്നുള്ള റേഷ്യോ ആയിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ഗ്രാഫിക്കലായിട്ട് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള ഇതേ റിലേഷൻഷിപ്പിൽ വരുന്ന ഈ ഒരു സെക്ഷൻ തന്നെയാണ് ഇലാബറേറ്റ് ചെയ്ത് ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഡി സി ഷണ്ട് ജനറേറ്ററിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഡി സി സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Okay, thank you all.